ഹായ്. ഇന്ന് നല്ല വെയിലും നല്ല കാറ്റൊക്കെ ഉണ്ട്. നല്ല ക്ലൈമറ്റാ ഇവിടെ ഇപ്പം. ഇവിടുത്തെ ചെറിയൊരു സമ്മറാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബെൽഫാസ്റ്റിലെ സെന്റ് ജോർജ് മാർക്കറ്റിനെ കുറിച്ചാണ്. അപ്പം ബെൽഫാസ്റ്റിൽ എത്തുന്നവര് അവിടെ പോവാതിരുന്നിട്ടുണ്ടാവില്ല. പക്ഷെ പോവാത്തവരാണെങ്കിൽ ബെൽഫാസ്റ്റ് സെന്റ് ജോർജ് മാർക്കറ്റിൽ വിസിറ്റ് ചെയ്യണം. നല്ല സ്ഥലമാണ്. ഒരു 1.5 മണിക്കൂർ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യാം, ഫുഡ് കഴിക്കാം, അവിടെ ഉള്ള കരകൗശലങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, കുറേ സ്റ്റോൾസ് ഒക്കെ ഉണ്ട്. നല്ല ഒരു ടൈം പാസ് ആണ്. അപ്പം അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. സോ വെൽക്കം ടു റോബിൻ ട്രാവൽ ലോഗ്സ്. ഇതാണ് സെന്റ് ജോർജ് മാർക്കറ്റ്. വടക്കൻ അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ വിക്ടോറിയൻ സംസ്കാരം നിലനിൽക്കുന്ന അവസാനത്തെ മാർക്കറ്റാണ് സെന്റ് ജോർജ് മാർക്കറ്റ്. മേ സ്ട്രീറ്റിൽ റിവർ ലഗാനും വാട്ടർ ഫ്രണ്ട് ഹാളിനും സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബെൽഫാസ്റ്റ് കോർപ്പറേഷൻ, ഇപ്പോൾ ബെൽഫാസ്റ്റ് സിറ്റി കൗൺസിൽ, 1890-നും 1896-നും ഇടയിൽ 3 ഘട്ടങ്ങളിലായി നിർമ്മിച്ച സെന്റ് ജോർജ് മാർക്കറ്റിന്റെ കെട്ടിടം കമ്മീഷൻ ചെയ്തു. 1890-ന് മുമ്പ് സെന്റ് ജോർജ് മാർക്കറ്റ് ഒരു തുറന്ന മാർക്കറ്റായിരുന്നു. മിക്കവാറും ഒരു അറവുശാലയും മാംസ വിപണിയും ഉണ്ടായിരുന്നു. ഇന്ന് ഇത് 300 വ്യാപാരികൾ, കരകൗശല വിദഗ്ധർ, സംഗീതജ്ഞർ, ഭക്ഷണ വിൽപ്പനക്കാർ എന്നിവരുള്ള ഒരു അഭിവൃദ്ധി പ്രാപിക്കുന്ന വിപണിയാണ്. ഈ സെന്റ് ജോർജ് മാർക്കറ്റിന്റെ എൻട്രൻസിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. തുറക്കുന്ന സമയവും ദിവസങ്ങളും. അപ്പം ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് തുറക്കുന്നത്. അപ്പം ഫ്രൈഡേ 8 AM to 2 PM, സാറ്റർഡേ 9 AM to 3 PM, സൺഡേ 10 AM to 3 PM. ഈ 3 ദിവസങ്ങളിലും 3 സമയമാണ് ഇട്ടിരിക്കുന്നത്. ഈ സ്റ്റോറിൽ ഒത്തിരി സെറാമിക്കിൻ്റെ ഡെക്കറേറ്റീവ് കളക്ഷൻസ് ഉണ്ട്. ഗെയിൽ ഗിൽമോർ സെറാമിക്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോളാണ്. അവർക്ക് ഒത്തിരി വ്യത്യസ്തമായ ഒരു കളക്ഷൻസ് ഉണ്ട്. ഇത് നിറയെ ചീസിൻ്റെ സെക്ഷനാണ്. ചീസാണ് ഇവിടെ വിൽക്കുന്നത്. ഇത് വെജിറ്റബിൾസ്, ഇവിടെ ഫുള്ള് വെജിറ്റബിളൊക്കെ കൊടുക്കാനുണ്ട്. ഇവിടെ ആണെങ്കിൽ ഇടത്തെ സൈഡിൽ തുണികളുടെ സ്റ്റോറും വലത്തെ സൈഡിൽ ടെക്കിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്നു. അപ്പം അങ്ങനെയും കുറേ സ്റ്റോറുകളൊക്കെ ഉണ്ട്. ഇതാണ് ബാരൽ ക്രാഫ്റ്റ് സ്റ്റോർ. ഇവിടെ ആണെങ്കിൽ ഈ വിസ്കി ബാരലിൻ്റെ തടി ഉപയോഗിച്ച് നിർമ്മിച്ച സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. ഫുൾ വിസ്കി ബാരലിൻ്റെ തടി കൊണ്ട് നിർമ്മിച്ച സാധനങ്ങളാണ്, എല്ലാം ഉണ്ട്. പിന്നെ അങ്ങോട്ട് നമ്മൾ കാണുന്നതെല്ലാം ഇങ്ങനെ ഡെക്കറേറ്റീവ് ഐറ്റംസാണ്. ഇപ്പുറത്തും കുറേ ഇതുപോലെ ഡെക്കറേറ്റീവ് ഐറ്റംസാണ് കാണുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പം തന്നെ നമുക്ക് കുറേ അട്രാക്റ്റീവായിട്ട് കുറേ കീ ചെയിൻസും ടോയ്സ്, പിന്നെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന കുറേ ഡെക്കറേഷൻ ഐറ്റംസ് അത് കണ്ടു. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന നിയോൺ സൈൻ ബോർഡ്സാണ് ഈ കാണുന്നത്. പിന്നെ നമ്മളെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യാൻ പറ്റുന്ന റെക്കോർഡ് ഡിസ്ക് ഇല്ലേ, പഴയ കാലത്തുള്ള, അത് നമുക്ക് ഇവിടെ വിൽക്കാൻ പറ്റുന്നതാണ്. പിന്നെ പലതരത്തിലുള്ള ചായപ്പൊടികൾ, ഇവിടെ ചായപ്പൊടികൾ വിൽക്കുന്നു. പിന്നെ അപ്പുറത്ത് ഫുഡ് സ്റ്റോളാണ്. പലതരത്തിലുള്ള ഫുഡുകൾ നമുക്ക് ട്രൈ ചെയ്യാം. ഏഷ്യൻസ്, ഇറ്റാലിയൻ, ഫ്രഞ്ച്, അങ്ങനെയുള്ള പല ഫുഡ് സ്റ്റോളുകൾ ഇപ്പുറത്തുണ്ട്. പിന്നെ ഓരോ ആർട്ടിസ്റ്റുകൾ വരച്ച ചിത്രങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്.
പിന്നെ ഈ കാണുന്ന എല്ലാം ആൻറ്റിക് പീസുകളാണ്, ഈ റൈറ്റ് സൈഡിൽ കണ്ടതെല്ലാം. അങ്ങനെയും കുറേ സ്റ്റോളുകളുണ്ട്, നമുക്ക് പോയി ചെക്ക് ചെയ്ത് മേടിക്കാം. പിന്നെ ഇതുപോലെ ആർട്ടിസ്റ്റുകൾ വരച്ച ചിത്രങ്ങളൊക്കെ നമുക്ക് വിൽക്കാനുണ്ട് ഈ സ്റ്റോൾ. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇതും ഓരോ ആർട്ടിസ്റ്റുകൾ വരച്ചതാണ്. അത് ഈ ചിത്രങ്ങളെല്ലാം ഇവിടെ വിൽക്കാനുണ്ട്. നമുക്ക് എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഇവിടെ. എന്തൊക്കെ മേടിക്കണമെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇതൊരു ആർട്ടിസ്റ്റ് വരച്ചതാണ്, ക്രിസ്ത്യൻ മൂണി എന്ന് പറഞ്ഞ അവരാണ് ഇത് വരച്ചിട്ടുള്ളത്. ധാരാളം ഫുഡ് സ്റ്റോളുകളുള്ള മാർക്കറ്റാണ് സെൻറ്റ് ജോർജ് മാർക്കറ്റ്. അപ്പം ഭക്ഷണത്തോട് പ്രിയമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ വന്ന് പലതരത്തിലെ ഫുഡുകൾ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു സ്റ്റോള് ഞാൻ കണ്ടു. അപ്പോൾ അതൊരു ഈ ജ്വല്ലറി ഉണ്ടാക്കുന്ന ഒരു സ്റ്റോളാണ്. അപ്പോൾ അതൊരു യുണീക്ക് മെറ്റീരിയൽ ആണെന്നാണ് പറയുന്നത്. അത് ഏൻഷ്യൻറ്റ് സേക്രഡ് ബ്ലാക്ക് വുഡ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഒരു ഐറിഷ് ഓക്കിൽ നിന്ന്, ഒരു ഓക്ക് വുഡിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു പഴയകാല സെൻറ്റ് ജോർജ് മാർക്കറ്റാണ്. പിന്നെ കച്ചവടക്കാർ അവരുടെ സാധനങ്ങൾ ഓരോ സ്റ്റോളിൽ നിരത്തി വെച്ചേക്കുന്ന ഒരു പഴയകാല ചിത്രം. രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ബെൽഫാസ്റ്റ് വ്യോമാക്രമണത്തെ അനുസ്മരിപ്പിക്കുന്നതായിരിക്കണം ഈ ചിത്രം. 1941 ഏപ്രിൽ, മെയ് മാസങ്ങളിലെ ജർമ്മൻ വ്യോമാക്രമണങ്ങളിൽ ഇരകളുടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള അടിയന്തര മോർച്ചറിയായി സെന്റ് ജോർജ് മാർക്കറ്റ് ഉപയോഗിച്ചു. ബെൽഫാസ്റ്റിലെ സെന്റ് ജോർജ് മാർക്കറ്റിലെ ഫിഷ് ക്ലോക്ക് എന്നറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ ക്ലോക്ക് നഗരത്തിന്റെ പൈതൃകത്തിലെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്. 180 വർഷം പഴക്കമുള്ള ഈ ടൈംപീസായ ഇത് 1821 നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു.